രാഹുൽ കഴിഞ്ഞ ദിവസം 24-ല് തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമില് വിശ്വാസമോ അന്ധവിശ്വാസമോ എന്നുള്ള ഒരു ഒരു ഡിബേറ്റ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള ഗസ്റ്റുകളിൽ ഭൂരിഭാഗം പേരും നമ്മളുടെ ബാക്ക് മീഡിയയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും പേരുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുലിന് ഈ വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ ഈ ആളുകൾ കൂടുതലും അതിന്റെ പുറകെ പോകുന്നത്? അന്ധവിശ്വാസത്തിന്റെ പുറകെയാണോ അതോ വിശ്വാസത്തിന്റെ പുറകെ ഒരു മിനിമലായിട്ട് പോകുന്ന ആൾക്കാരാണോ കൂടുതൽ? ഇത് വ്യത്യസ്ത ടൈപ്പായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ആളുകളുടെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലാണ് ആളുകൾ ഓരോ വിഷയങ്ങളെയും കാണുന്നത്. ഇപ്പോൾ മാനസികമായിട്ടുള്ള വിഷയങ്ങൾ, അത് ചിലപ്പോൾ ചെറിയ പ്രായം തൊട്ടുണ്ടാകുന്ന ചില ട്രോമകളാകാം. അതും വിശ്വാസവുമായി പെടുത്തി വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ശരീരത്തിൽ പ്രേതം കൂടി, അല്ലെങ്കിൽ ദൈവം കൂടി, ഞാൻ ശിവനാണ്, അങ്ങനെ പറഞ്ഞു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇതെല്ലാം ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, അത്തരത്തിൽ വരുന്നൊരു സൈക്കോസൊമാറ്റിക് ഡിസോർഡറുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പല ആളുകളും ഇതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ വർഷങ്ങളായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. ചിലർക്ക് എപ്പോഴും വയ്യായികയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാനൊരു രോഗിയാണ് എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മരുന്ന് കഴിക്കുന്ന, മാനസിക രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ഇത് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ പോയി കണ്ടു കഴിഞ്ഞാലോ, ഒരു പരിധി കഴിയുമ്പോൾ അവർ പിന്നീട് എന്താണ്, മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. അത് പിന്നീട് വളരെ വലിയ വിഷയങ്ങളായിട്ട് വർഷങ്ങളോളം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ഡിപ്രഷൻ ആയിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളൊന്നും വരാത്ത ആളുകൾ വളരെ കുറവാണ്. പ്രഷർ താങ്ങാനുള്ള ശേഷിയാണ് ഓരോ മനുഷ്യനെയും ഇത് ഡിഫൈൻ ചെയ്യിക്കുന്നത്. ഇപ്പോൾ ചിലർക്ക് പ്രഷർ താങ്ങാൻ എത്ര വിഷയമാണെങ്കിലും, തലയ്ക്ക് മേലെ എന്ത് വന്ന് നിൽക്കുകയാണെങ്കിലും അത് താങ്ങാനുള്ള കഴിവുണ്ടാകും. ചിലർക്കത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ജനറ്റിക്കലായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും ആ ഒരു രീതിയിലാണ് പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികളാണെങ്കിൽ പിന്നീട് അവർക്ക് ഒരു ചെറിയ വിഷയം വരുമ്പോൾ തന്നെ അത് വലിയ വിഷയങ്ങളായിട്ട് തോന്നും. അപ്പോൾ ചിലർ വിഷയങ്ങൾ വന്ന് 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 വള്ളി പിടിച്ച് ഏത് വള്ളി വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല, നേരിടാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കുഴപ്പം വരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അന്ധവിശ്വാസത്തിന്റെ പുറകെയാണ് ആളുകൾ കൂടുതൽ പോകുന്നത് എന്നുള്ളത്. രാഹുൽ കണ്ടോന്നറിയില്ല, സർവമായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാനത് കഴിഞ്ഞ ദിവസമാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് സയൻസിന് വലിയ പങ്കില്ല എന്നുള്ളത് പെട്ടെന്ന് തോന്നിപ്പോയി. കാരണം അവിടെ ഒരാത്മാവ് കൂടെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. പൂജ ചെയ്ത് കഴിയുമ്പോഴത്തേനും വേറൊരു കുട്ടിയുടെ ദേഹത്തുനിന്ന് അവർ കുറേ സൈക്കാട്രിസ്റ്റിനെ ഒക്കെ കാണിച്ചിട്ട് മാറാത്ത ഒരു കുട്ടി പെട്ടെന്ന് ഒരു ഹോമം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് കണ്ണു തുറന്ന് നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു. പെട്ടെന്നാണ്, എല്ലാം സഡൻ ആണ്. അതിനുശേഷം പിന്നീട് ഈ നിവിൻ പോളിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. നിവിൻ പോളി വേറൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം സൈക്കാട്രിസ്റ്റ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ അതൊന്നും അവിടെ വില പോകുന്നില്ല എന്നുള്ളതാണ്. ലാസ്റ്റ് ഈ ആത്മാവിന്റെ ഓരോ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അതിനകത്ത് കാണുന്നതും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ഇടയിലുള്ള ആൾക്കാരും. ഇപ്പോൾ ഈ ചില ആൾക്കാർ, നമുക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാരുടെ അടുത്തൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഓക്കെ ഇവരിനകത്ത് എന്തോ ഉണ്ട്, എന്തോ സംതിങ് ഉണ്ട്, പക്ഷെ അത് ഇന്നതാണെന്നുള്ളത് നമുക്ക് പ്രൂഫായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അവരിൽ എന്തോ ഉണ്ട്, പക്ഷേ ഇവരിൽ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാർ കിടന്ന് കാണിക്കുന്ന കുറെ വൃത്തികേടുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇപ്പൊ നേരത്തെ രാഹുൽ സംസാരിച്ചില്ലേ, ശിവൻ ദേഹത്ത് കയറി അല്ലെങ്കിൽ ആ ദേവൻ ദേഹത്ത് കയറിയിട്ട് കിടന്ന് കാണിക്കുന്നു. ഇതൊക്കെ ദേഹത്ത് കൂടിയിട്ട് കിടന്ന് കാണിക്കുന്നത് ഒക്കെ നമുക്ക് ചിലതൊക്കെ നമുക്ക് ഓക്കെ കറക്റ്റ് ആയിട്ടുള്ള പോലെ തോന്നും. അത് അങ്ങനെ ആയിരിക്കാം എന്നുള്ളത്. മൈൻഡിന്റെ പവർ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയും. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താണ് പ്രപഞ്ചം എന്ന് ഇപ്പോഴും നമ്മുടെ ശാസ്ത്ര ലോകമാണെങ്കിലും എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഒരു ഡോക്ടറിൻ്റെ കൂടെ എടുത്തു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞതാണ്, മനുഷ്യൻ്റെ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു ജീവിക്കുമില്ല. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ ഇപ്പോൾ ലൈംഗികതയാണെങ്കിൽ പോലും ലോകത്തുള്ള എല്ലാ മൃഗങ്ങളോടും
അത്തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ള ഇതാണ്. മനുഷ്യന്റെ ചിന്ത ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകും അല്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം നന്മയുള്ളവനാകും എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അത്രത്തോളം ഡീപ്പാണ് മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അതേപോലെ പവർഫുൾ ആണ്. ഇപ്പോൾ ചില വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഈ കുട്ടികളൊക്കെ വണ്ടികളുടെ അടിയിലൊക്കെ പോവുകയാണെങ്കിൽ അമ്മമാർ ഒറ്റ കൈ കൊണ്ടൊക്കെ പൊക്കിയെടുക്കുന്നു. അത്തരത്തിലുള്ള അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പവർ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മനുഷ്യൻ്റെ പവറാണത്. അത് ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ മാത്രം ഉണരുന്ന ഒരു പവറാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിനെ നമുക്കൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ആത്മീയത എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിന് പല ഡെഫിനേഷൻസ് പറയുന്ന ആളുകളുണ്ട്. ചിലർ പറയും വെറുതെ ഇരിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്ന ആളുകളുണ്ട്. ചിലർ പറയും ഇതിനകത്ത് എന്തൊക്കെയോ ശക്തികൾ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ക്ലാരിറ്റി കിട്ടുക എന്നതാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ അയാളെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് ആ സമയത്ത് തന്നെ അയാളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നതാണ് ഒരു ആത്മീയതയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും, അല്ലെങ്കിൽ ചില മന്ത്രവാദം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ശത്രു നശിച്ചു പോകും. ഇതെല്ലാം സംഭവിക്കുന്നത് സ്വന്തം ബ്രെയിനിലാണ്. അതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ പവർ എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഹാലൂസിനേറ്റ് ചെയ്യാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കൊരു വീട് വെക്കണമെങ്കിൽ പോലും ആദ്യമേ നമ്മുടെ മനസ്സിലാണ് എല്ലാം. എന്ത് വിഷയമാണെങ്കിലും ആദ്യം നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. നമുക്കതിന് ഉത്തരവുമുണ്ട്. പക്ഷെ നമ്മൾ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകാറില്ല. ഇപ്പോൾ എനിക്ക് മാറണം, ജീവിതത്തിൽ മാറണം, എനിക്കൊരു കോടീശ്വരനാകണം, അതിൻ്റെ വഴികൾ ഇന്നതാണ് എല്ലാം എനിക്കറിയാം. പക്ഷേ എൻ്റെ ഒരു പാറ്റേൺ വിട്ട് മാറാൻ ഞാൻ തയ്യാറല്ല. ഞാൻ അതിൽ തന്നെ സംതൃപ്തനാണ്. അപ്പോൾ അത് വിട്ടു പോകുമ്പോഴാണ് നമ്മൾ പലരും നമ്മൾ കാണാത്ത രീതിയിലൊക്കെ വലിയ വലിയ ആളുകളായിട്ട് മാറുന്നത്. പലപ്പോഴും അവരുടെ ആ സേഫ് സോണിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല. അപ്പോൾ മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. ഇതിലേക്ക് അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ന് കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആളുകളെ പറ്റിക്കാൻ എളുപ്പത്തിൽ പണം തട്ടാൻ കഴിയുന്നൊരു മാധ്യമമായിട്ട് ഈ വിശ്വാസ മേഖല മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രങ്ങൾ നടക്കുന്ന പൂജകളാണെങ്കിലും പറഞ്ഞ് പറ്റിച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മാറാതെ നമ്മൾ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇന്ന വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കാര്യം നടക്കും എന്നുള്ളത് എനിക്ക് തോന്നുന്നു പണ്ടുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് പരീക്ഷയ്ക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പൂജ ചെയ്യാനായിട്ട്, അതായത് ഞാനൊരു പേന ഞാൻ പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഞാൻ വഴിപാടൊക്കെ കഴിക്കുകയാണ് എൻ്റെ പൂജ ഇത് നടക്കണേ എന്നുള്ളത്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഞാൻ ആ പരീക്ഷയ്ക്ക് ജയിക്കണം എന്നുള്ളത്. ഞാൻ ഓഫ് കോഴ്സ് ഞാൻ പഠിക്കാതെ ഞാൻ ഒരിക്കലും പരീക്ഷ അത് എഴുതാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. മര്യാദക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓക്കെ നമ്മൾ ആ പരീക്ഷയ്ക്ക് ജയിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദോഷം മാറണം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ അതിന് നമ്മളൊരു സ്റ്റെപ്പ് വെക്കുന്നത് നമ്മളിപ്പോൾ ഈ വഴിപാട് രസീത് കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് വെക്കുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഉള്ളിലും ഒക്കെ നമ്മളിങ്ങനെ വേണം എന്നുള്ളത് മാത്രമായിട്ടല്ല നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് എടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഇപ്പോൾ കാര്യസിദ്ധി പൂജ എന്ന് പറഞ്ഞ് 21 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 21 വെള്ളിയാഴ്ചയൊക്കെ വഴിപാട് നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ആഴ്ചയും ഇത് നടത്തുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ പറ്റി എല്ലാ ആളുകളും, ഇപ്പോൾ ആത്മീയതയിലേക്ക് പോകുന്ന ആളുകളുടെ അടുത്താണെങ്കിലും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്താണെങ്കിലും സൈക്കോളജിസ്റ്റ്, സൈക്കാട്രി, ഏത് ലെവലിൽ പോകുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ സാധനങ്ങളെല്ലാം ഉള്ളത്. അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ സജഷൻസ് കൊടുത്ത്, ഇപ്പോൾ ഈ ഹിപ്നോതെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നത്, അവർ ഈ ട്രോമകൾ അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന ചെറിയ ഉണ്ടായിരുന്ന സമയത്തുള്ള വിഷമങ്ങളൊക്കെ ഇല്ലേ നമ്മളെ അബ്യൂസ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ചൈൽഡ്ഹുഡ് ട്രോമകൾ അവർ മാറ്റുന്നത് എങ്ങനെയാണ്? ഹിപ്നോട്ടിസം ചെയ്ത് ആ ഒരു തലത്തിൽ കൊണ്ടുപോയിട്ട് ആ ഒരു വേദനയെ അവർ കടിച്ചമർത്തി പിടിച്ചിരിക്കുകയാണ്. അതിനവിടെ തുറന്നു വിടുമ്പോഴാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് ഫ്രീ ആവും, അവരുടെ ഉള്ളിൽ നിന്ന് അത് ഫ്രീ ആവും, ആ വേദന മാറും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെയാണ് ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സജഷൻ കൊടുക്കുമ്പോൾ, എനിക്കത് വേണം എന്നുള്ള ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ
നമ്മുടെ ബ്രെയിൻ ആ ഒരു മാറ്റം ഉണ്ടാവും, ആ ഒരു ചേഞ്ച്. അപ്പോൾ എല്ലാം വിഷനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഞാനിപ്പോൾ ചിത്രയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്ന് ആ കാഴ്ചയിൽ ചിത്രം ഇല്ലെങ്കിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് എല്ലാം നമ്മളൊരു മായാണ്. നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ മാറും. അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തിനെ പറ്റിയും ചിന്തിക്കാൻ കഴിയും. ആ വിഷൻസ് നമുക്ക് എവിടെ നിന്നാണ് വരുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാനുള്ള കഴിവുണ്ട്. ഒരു സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സജഷൻസ് റിപ്പീറ്റഡ് കൊടുക്കുന്നത് പോലെയാണ് ഈ കാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത്. ആഴ്ചയിൽ 21 ദിവസവും ഇത്തരത്തിലുള്ള പൂജ ചെയ്യുമ്പം ഓരോ സമയവും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുമ്പോഴത്തേക്കും ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഈ കൂടോത്രം ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. കാരണം കൂടോത്രം എല്ലാം അങ്ങനെയാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. സംതിങ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നോട് വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതി അന്ന് എനിക്കിത് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വീടിൻ്റെ ഓക്കെ ഹരിച്ചേട്ടനാണ് പറഞ്ഞു എൻ്റെ അടുത്ത്, ഹരി പത്തനാപുരം. പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചിത്ര രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മുട്ട, ഒരു എന്താ പറയുക 2-3 പൂവ്, കുങ്കുമം ഇതൊക്കെ കിടക്കാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനിതാ കാണുന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ മൈൻഡിലേക്ക് പോവാം മുട്ടയുടെ കൂടോത്രം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റായി, ഓക്കെ ഇത് കൂടോത്രമാണ്. അപ്പോൾ ഇനി എനിക്ക് എന്തോ വരാനുണ്ട്, എനിക്ക് എന്തോ സംഭവിക്കും, അടുത്ത് തന്നെ എനിക്ക് എന്തോ ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഞാൻ അതിന് അലേർട്ടായിരിക്കും. അലേർട്ടായി ഇരിക്കുന്നതിനോടൊപ്പം ഞാൻ ഈ സാധനം മാത്രമായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഞാനാണെങ്കിൽ അത് ഓവറായിട്ട് ചിന്തിക്കുകയും ചെയ്യും. അപ്പം എൻ്റെ കാല് പോയി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചു, ഞാനിത് ചിന്തിച്ചുകൊണ്ട് നടക്കില്ല. ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ചു എന്നാണെങ്കിൽ ഓക്കെ എൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇതിനും വലുതെന്താ വരാണ്ട്. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിക്കുന്ന ആ ഒരു സമയം വരെ ഈ കൂടോത്രത്തിൻ്റെ സാധനമായിരിക്കും ഇതാക്കിയേക്കണം. ചിലപ്പോൾ ആൾക്കാർ കളിച്ചിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇട്ടതായിരിക്കാം മേ ബി. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന സാധനങ്ങളെ നമുക്ക് തിരിച്ചു വരുള്ളൂ എന്നുള്ളൊരു ഇതാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ വൈബ്രേഷൻസ്. ഇപ്പോൾ നമ്മൾ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് പോകുക, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ പുതുതായിട്ട് ഒരാൾ വരികയാണ്, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നെഗറ്റിവിറ്റി വരും, നമ്മൾ പെട്ടെന്ന് പുറകിലേക്ക് വലിയും. അത് നമുക്ക് ആ എനർജികൾ തമ്മിൽ, അല്ലെങ്കിൽ ആ വൈബ്രേഷൻസ് തമ്മിൽ ചേർന്ന് പോകത്തില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ എനർജി റിയാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള എനർജി എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇതൊരു തരംഗ രൂപത്തിലാണ്. ഇത് പതിയെ വന്ന് അതൊരു വൈബ്രേഷൻ രൂപത്തിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് ആ ശബ്ദ തരംഗം നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ല, പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ കാഴ്ച. ഇതെല്ലാം ഒരു തരംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തയിലൂടെ പോകുന്ന തരംഗങ്ങൾ. ഇതും പുറത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് മറ്റൊരാൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കണക്ട് ആകുന്നൊരു സമയത്താണ് നമ്മൾ ടെലിപ്പതി എന്നൊക്കെ പറയുന്നത്. ചില സമയത്ത് നമ്മൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാൾ വിളിക്കും, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച്. പലരുടെയും ജീവിതത്തിൽ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവർ ആ സമയത്ത് വിളിക്കും, വിഷമമുള്ള സമയത്ത്, അല്ലെങ്കിൽ അവരെ വിളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അവർ വിളിക്കും. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻസ് തമ്മിൽ കണക്ട് ആവുന്നുണ്ട്, മാച്ച് ചെയ്യുന്നുണ്ട് എന്നതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഇതൊരു വൈബ്രേഷനാണ്. ഇത് ചില സമയത്ത് നമ്മളെ കണക്ട് ചെയ്യും. നമ്മൾ നല്ല ശക്തിയായിട്ട് നമ്മൾ നല്ല രീതിയിൽ പോകുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ കണക്ട് ചെയ്യത്തില്ല. നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്തായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വള്ളിയുടെ പുറകെ പിന്നെ അടുത്ത വള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെയോ വിഷയങ്ങളുണ്ട്. പിന്നെ ചില ആളുകൾ ഇതിനെ അതിൽ ജ്യോതിശാസ്ത്രമായിട്ട് പലപ്പോഴും കണക്ട് ചെയ്യണം. അതായത് ഈ യൂണിവേഴ്സിലെ ഈ നക്ഷത്രങ്ങൾക്ക്, ഇപ്പം ശനിയാണെങ്കിലും ചൊവ്വയാണെങ്കിലും ഇതുപോലെ നക്ഷത്രങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ യൂണിവേഴ്സ് തന്നെ നിൽക്കുന്നത് നമ്മൾ പോലും അറിയാത്തൊരു ശക്തിയിലാണ്. ഇപ്പോൾ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്, പക്ഷെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, താഴെയും മേളിലും ഒന്നുമില്ല, ഒന്നും പിടിച്ചു നിർത്താനോ ഒന്നുമില്ല. അതേപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം പോകുന്നത്, ഒരു കണക്ടിവിറ്റിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും തമ്മിലൊരു കണക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്, ചന്ദ്രൻ
പൂർണ്ണചന്ദ്രനും ചന്ദ്രൻ ഇല്ലാത്ത ദിവസം അതിനനുസരിച്ചാണ് വേലിയേറ്റവും വേലിയിറക്കും ഉണ്ടാകുന്നത്. അപ്പം ഭൂമിയിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഞാൻ അങ്ങനെ അതിനെ വിശ്വസിക്കുന്നുണ്ട്. അത് ഒരു ശാസ്ത്രമായിട്ട് വർഷങ്ങൾ കൊണ്ടേ പലപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജാതകമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്താണ് എന്ന് കണ്ടെത്താൻ ഇപ്പോഴുള്ള മനുഷ്യർക്ക് കഴിയുന്നിട്ടില്ല. പിന്നെ അതിനെ ശാസ്ത്രം കൂടുതൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശാസ്ത്രം തന്നെ പലപ്പോഴും പറയാറുണ്ട്, ചില ഗ്രഹങ്ങൾ വരുമ്പോൾ നമുക്ക് പനി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചില നക്ഷത്രങ്ങൾ പണ്ട് നമ്മൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ചില നക്ഷത്രങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സഫലമാകും, അങ്ങനെയൊക്കെയുള്ള. ചിലപ്പോൾ അത് തോന്നലായിരിക്കാം, ചിലപ്പോൾ ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നതുകൊണ്ടാകാം. കാരണം ഈ ഗ്രഹങ്ങളിലുള്ള മൂലകങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരവും നിർമ്മിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക്, അതായത് ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓരോ കോശങ്ങളാണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഓരോ പാർട്ടാണെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കലി ഇത് കണ്ടെത്താതെ ഒരു മനുഷ്യനും ഇതിനെപ്പറ്റി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവര് വിശ്വസിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിനൊന്നും പ്രൂഫില്ല. അതായത് ഇന്നതുപോലെയാണ് എന്നുള്ളതൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതിനകത്ത് മനസ്സിലാക്കിയെടുത്തോളം ഇത് അവിടെന്നും ഇവിടെന്നും എല്ലായിടത്തുനിന്നും നമ്മൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്തെടുക്കുന്നതാണ് ഇവര്. പക്ഷെ ആ കണക്ഷൻ ശരിയാണ്, പക്ഷെ ഈ കണക്ഷൻ കറക്റ്റ് ആവുന്നുണ്ട് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ വർക്ക് ആവുന്നുണ്ട്. പക്ഷെ ഈ ഏത്തിസ്റ്റുകളും അല്ലെങ്കിൽ ഇത് വിശ്വാസം ഇല്ലാത്ത ആളുകളും ഒക്കെ ഇതിന് അന്ധവിശ്വാസം എന്നാണ് പറയുന്നത്. അവർക്ക് ഒന്നിലും വിശ്വാസം ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്കൊന്നിനും വിശ്വാസമില്ല. ഓക്കെ, ഒരുപാട് കാണുന്ന കാര്യം, പ്രൂഫ് ഉള്ള കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും തിരക്കി പോകുന്നവരാണ്. ആത്മീയത തിരക്കി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകും. ഞാൻ പലപ്പോഴും പല ഫോൺ കോളുകൾ എടുക്കുമ്പോൾ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ആശുപത്രിയിൽ വർഷങ്ങളായിട്ട് പോകുന്ന ആളുകൾ, ചിലർക്ക് എന്നും രോഗങ്ങളോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കാണും. അപ്പോൾ ചില ആളുകൾ അടുത്ത് പോയി കഴിയുമ്പോൾ ഇവർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറും. ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞൊക്കെ ഞാൻ ഒരാളുകളെ കണ്ടിട്ടുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ ആക്ച്വലി മൈൻഡ് ക്ലെൻസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം ആലോചിക്കുമ്പോൾ ഒക്കെ എന്താണ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. 2-3 ദിവസം നമ്മൾ പോയി കഴിയുമ്പോൾ രാഹുലിനാണെങ്കിലും അടുത്ത് പോകും. അപ്പം നമ്മുടെ മൈൻഡ് മൊത്തം ആ ഹോസ്പിറ്റൽ തിങ്സിലേക്ക് മാറും. കാരണം അവിടെ കുറെ നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. അതെ, നമ്മൾ കാണുന്ന ആൾക്കാർ മൊത്തം നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ രോഗികളാണ്. ഇത് അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ സംസാരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ജോലി ചെയ്ത് അവിടെ നിന്ന് പൈസ മേടിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഡോക്ടറോ നഴ്സോ അറ്റൻഡറോ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ പറ്റിയല്ല സംസാരിക്കുന്നത്. രോഗികളായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്ന ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ നെഗറ്റീവ് തിങ്സ് വന്ന് തുടങ്ങും. 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോൾ തന്നെ മടുത്തു പോകും. നമ്മുടെ ഫേസ് ഒക്കെ ആകെ ഡള്ളായി ഒരു മാസമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ മുഖമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് അവര് എന്താ പറയാ, നമുക്ക് അവരെ കണ്ടാൽ തന്നെ ഒരു നെഗറ്റീവ് ഫീല് തോന്നും. അയ്യോ എന്താണ് ഇങ്ങനെ, അവർ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ തോന്നും. നമ്മളുടെ തോട്ട്സ് തന്നെ നമ്മൾ നെഗറ്റീവാക്കി എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. ഈ പറഞ്ഞ എനിക്കാണെങ്കിൽ ഇതിപ്പോ അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. പക്ഷെ ഇത് എവിടെയാണ് എന്നുള്ളത് മെയിൻ വിഷയം. എന്താണെന്നുള്ളതാണ് അറിയില്ല. അതായത് ചിലർക്ക് ഇത് വർക്കാവുന്നുണ്ട്, ചിലർക്ക് ഇത് വർക്കാവുന്നില്ല. വർക്കാവില്ലാത്ത ആൾക്കാർ ഇതിനെ അന്ധവിശ്വാസമായിട്ടും വർക്കാവുന്ന ആൾക്കാർ ഇതിനെ വിശ്വാസമായിട്ടും കണക്കാക്കുന്നു. എന്നാൽ ഇതിന് ഇന്നതാണ് എന്ന് പറയാനായിട്ടൊരു പ്രൂഫ് ഇല്ലാത്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല.